ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അത്രയേറെ തിങ്ങി നിറഞ്ഞ കാണികൾക്കിടയിൽ അല്ലെങ്കിൽ കേൾക്കാൻ വന്നവർക്കിടയിലാണ് ഈ ജാഥകൾ മുന്നോട്ട് കടന്നു പോകുന്നത്. അത് ഏത് ജാഥയായാലും ഏത് മേഖലാ ജാഥയായാലും നമ്മൾ കാണുന്ന സ്വീകരണ കേന്ദ്രങ്ങളിലെ കാഴ്ച ആ രീതിയിലാണ്. ഇന്ന് തെക്കൻ മേഖലാ ജാഥ തിരുവനന്തപുരം ജില്ലയിലെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ എവിടെയാണ് ആദ്യ സ്വീകരണം? പറയൂ. തീർച്ചയായും മിനിഷ മുഖവരയായി പറഞ്ഞതുപോലെ തന്നെ ഒരു സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ജനങ്ങളുടെ അഭിപ്രായം തേടി രാവിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി സംവാദം നടത്തി ജനങ്ങളുമായുള്ള പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് എല്ലാ തരത്തിലുള്ള സ്വീകരണങ്ങളും ആവേശവും ഏറ്റുവാങ്ങി ജനങ്ങളുടെ ഈ സർക്കാരുമായിട്ടുള്ള സമീപനം എന്താണ്, സർക്കാരിന് തിരിച്ച് ജനങ്ങളോട് പറയാനുള്ളത് എന്താണ്, നിലവിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ ചില പ്രതിപക്ഷവും ചില നുണപ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളും സംഘടിതമായി നടത്തുന്ന നുണപ്രചരണങ്ങളെ വസ്തുതകൾ വിവരിച്ചുകൊണ്ട് തുറന്നു കാട്ടിയിട്ടുള്ള പ്രസംഗങ്ങൾ. അങ്ങനെ ജാഥ മുന്നേറുകയാണ്. ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക്, കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് ജാഥ പ്രവേശിച്ചത്. 2 അസംബ്ലി മണ്ഡലങ്ങളിൽ അന്ന് തന്നെ വർക്കലയിലും ചിറയൻകീഴും ജാഥയുടെ സ്വീകരണം ഏറ്റുവാങ്ങി. തുടർന്ന് ഈ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തെ അവധിയായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ആറ്റിങ്ങലിൽ നിന്ന് ആരംഭിച്ച് അരുവിക്കരയിലാണ് ജാഥ സമാപിച്ചത്. രാവിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രഭാതത്തിൽ ആദ്യം ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി സംവദിച്ചു. അതിനുശേഷം ജാഥ ആറ്റിങ്ങലിലെ കിളിമാനൂരിൽ ജാഥ ആരംഭിച്ചു. വെയിലത്തും ഒപ്പം തന്നെ ശക്തമായ ചൂടിലും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തം ഈ ജാഥയ്ക്ക് ലഭിക്കുന്നു എന്നതാണ്. ജാഥയുടെ ക്യാപ്റ്റൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജാണ് ജാഥയുടെ മാനേജർ. CS സുജാത അടക്കമുള്ള ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാക്കൾ അടക്കം ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. 13 അംഗങ്ങളാണ്. എല്ലാവരും പ്രധാനപ്പെട്ട യോഗങ്ങളിലെല്ലാം പ്രസംഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ തരത്തിൽ സംവാദങ്ങൾക്ക് ഏർപ്പെടുകയും പ്രസംഗങ്ങൾ കൊണ്ട് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് M സ്വരാജ്. M സ്വരാജിന് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും വലിയ തരത്തിലുള്ള ആരാധകരാണുള്ളത്. അദ്ദേഹത്തെ കാണുവാൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഏവരും എല്ലാ സ്ഥലത്തും എത്തിച്ചേരുന്നുണ്ട്. ബിനോയ് വിശ്വം എന്ന് പറയുന്നത് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളടക്കം സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഷയങ്ങളടക്കം ചുരുക്കിയ സമയങ്ങളുണ്ട് അത് മുഴുവൻ വിവരിച്ചു പോകുന്ന ഒരാളാണ് ജാഥ ക്യാപ്റ്റൻ. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഥയുടെ ഏറ്റവും പ്രസക്തമായ സ്വീകരണങ്ങളാണ് എല്ലാ സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ കോവളം മണ്ഡലത്തിലെ ബാലരാമപുരത്താണ് അവസാനിക്കുക. ഇന്നും 4 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം 4 നിയമസഭാ മണ്ഡലങ്ങൾ. ആദ്യ ദിനം ജാഥ ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ 2 നിയമസഭാ മണ്ഡലം. ഇന്നോടുകൂടി 10 നിയമസഭാ മണ്ഡലങ്ങൾ പൂർത്തിയാകും. നാളെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രലും നിയമവും അടങ്ങുന്ന 4 മണ്ഡലങ്ങളാണ് നാളെ ജാഥ പ്രവേശിക്കുക. ഈ 4 മണ്ഡലങ്ങളുടെയും സമ്മേളനത്തോടു കൂടി നാളെ തെക്കൻ മേഖല ജാഥ, വികസന മുന്നേറ്റ ജാഥ സമാപിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജാഥ എന്തുകൊണ്ട് പ്രസക്തമാകുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തരത്തിലുള്ള ഇടതുപക്ഷം പിന്നോട്ട് പോവുകയാണ്, വലിയ തരത്തിൽ തിരിച്ചടി നേരിട്ടു എന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രതിപക്ഷവും ഒപ്പം തന്നെ കനകോലുവിനെ പോലെ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന പലതരത്തിൽ ഇങ്ങനെയുള്ള ക്യാമ്പയിൻ നടത്തുന്ന പല ഗ്രൂപ്പുകളും സമാനമായ വീഡിയോസും തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളും പുറത്തുവിട്ടിരുന്നു. പക്ഷേ അതിനുശേഷം നടന്ന കണക്കുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ വ്യക്തമായ വിശദീകരണം, അതിനുശേഷം ഈ സർക്കാർ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സമീപനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിവരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ വികസന മുന്നേറ്റ ജാഥയിൽ വന്നിട്ടുള്ളത്. ആ വികസന മുന്നേറ്റ ജാഥയിലുള്ള ജനങ്ങളുടെ പ്രാതിനിധ്യം, സാധാരണ പാർട്ടി പ്രവർത്തകരെയൊക്കെ തന്നെ വാഹനങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണെങ്കിൽ ഒരു ജാഥയൊക്കെ വിജയിപ്പിക്കുക ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ ജാഥയെ സംബന്ധിച്ചിടത്തോളം സാധാരണ പാർട്ടി പ്രവർത്തകരും അണികളും എന്നതിലുപരി കൂടുതൽ പേർ ജാഥയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സമാനമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത എല്ലാ സ്ഥലത്തും ഈ രാവിലെ കിളിമാനൂരിൽ ജാഥ ആരംഭിച്ചു 11 മണിയായി. നല്ല വെയിലായിരുന്നു, വേനൽ ചൂടിൻ്റെ കാഠിന്യമുണ്ടായിരുന്നു.
അപ്പോഴും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയ ജനസമുദ്രമായി ജനസാഗരമായി ജാഥ മാറി എന്ന് തന്നെ പറയാം. തൊട്ടടുത്ത് വാമനപുരം മണ്ഡലത്തിലെ കല്ലറയിലും കടുത്ത ചൂടിലാണ്, വേനൽ ചൂടിലാണ് ജാഥ നടത്തിയത്. അവിടെയും സ്ത്രീകളും കുട്ടികളും അടക്കം സമൂഹത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. അങ്ങനെയാണ് മറ്റ് നെടുമങ്ങാട് വൈകിട്ടുള്ള സ്വീകരണത്തിൽ വലിയ ആവേശം അലതല്ലി. അരുവിക്കരയിൽ രാത്രി 3 മണിക്കൂർ വൈകിയാണ് ജാഥ എത്തിച്ചേർന്നത്. ജാഥ ക്യാപ്റ്റനും എം സ്വരാജും എത്തിയത്. അപ്പോഴും അരുവിക്കരയിൽ തടിച്ചുകൂടി ജനങ്ങൾ. ജാഥയിലെ മാനേജറായിട്ടുള്ള എം സ്വരാജ് 3 മണിക്കൂർ തങ്ങൾ വൈകി എത്തിയിട്ടും സ്ത്രീകളും കുട്ടികളടക്കം തങ്ങളെ കാണാൻ കാത്തിരുന്നു. അത് ഈ സർക്കാരിനോട്, ഇടതുമുന്നണിയോടുള്ള ജനങ്ങൾക്കുള്ള അനുഭാവവും പിന്തുണയുമാണ് എന്ന് മുഖവരിയായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. അതുകൊണ്ട് ഇന്നും ജാഥ 4 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നു. അതേ തരത്തിലുള്ള പ്രാതിനിധ്യം എല്ലാ സ്ഥലങ്ങളിലുമാണ് ജാഥ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുന്നിൽ ബിനോയ് വിശ്വവും ജാഥാ അംഗങ്ങളും സംവാദത്തിൽ പങ്കെടുക്കും. അതിനുശേഷം വാർത്താ സമ്മേളനമുണ്ട്. വിനിഷ.